ഇതിനോടകം +1 അഡ്മിഷനായി അപേക്ഷ സമർപ്പിച്ച പല വിദ്യാർത്ഥികൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. പാസ്വേഡ് മറന്നാൽ റീസെറ്റ് ചെയ്യാനാകുമോ? ഇനി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഹലോ മക്കളെ, അപ്പൊ +1 അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട പ്രക്രിയകളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞല്ലേ? അതായത് മെയ് 16 മുതൽ മെയ് 25 വരെയുള്ള തീയതികളിലാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ധാരാളം വിദ്യാർത്ഥികൾ ഓൺലൈനിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. ഇതിൽ തന്നെ വീട്ടിലിരുന്ന് സ്വന്തമായി അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഇന്റർനെറ്റ് കഫേകളിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ട്. അതുമല്ല, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ധാരാളം വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിനോടകം ധാരാളം കുട്ടികൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ആ വിദ്യാർത്ഥികൾക്കൊക്കെ കുറെ തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി അപേക്ഷ സമർപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒന്നും തന്നെ ഈ തെറ്റുകൾ പറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഈ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പൊ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ. ഈ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതി വെക്കുക. അതല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ പാരന്റ്സിന്റെ മൊബൈലിലേക്കോ വാട്സപ്പിലേക്കോ നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് ചെയ്ത് ഇടുക. കാരണം ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെന്റ് പ്രക്രിയകളിലെല്ലാം നമുക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും എന്തായാലും ആവശ്യമുണ്ട്. സോ അത് നിങ്ങൾ വെറുതെ ഓർമ്മിച്ചിരിക്കാതെ എവിടെയെങ്കിലും കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജനറേറ്റ് ചെയ്തതിന് ശേഷം ഇതേ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ പേരോ നിങ്ങളുടെ കാസ്റ്റോ ഡേറ്റ് ഓഫ് ബർത്തോ എന്ത് കൊടുക്കുമ്പോഴും ഒരു തെറ്റ് പോലും വരുത്താൻ പാടില്ല. ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവരുത്. എസ്പെഷ്യലി അധിക കുട്ടികളും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് വരുത്താറുള്ളത്. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഇല്ലാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അതേപോലെ കാസ്റ്റ് കൊടുക്കുന്നതിൽ പോലും ഒരു തെറ്റ് പറ്റരുത്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ SSLC ബുക്കിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇനി നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആധാർ കാർഡോ അതായത് ഏതെങ്കിലും ഒരു ID കയ്യിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായി ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ കൊടുക്കാവുന്നതാണ്. അതും കഴിഞ്ഞാണ് നമ്മുടെ SSLCയുടെ ഗ്രേഡ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ SSLCയുടെ ഗ്രേഡ് കൊടുക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിലെ ഗ്രേഡും തെറ്റാതെ വളരെ വ്യക്തമായിട്ട് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. SSLCയുടെ ഗ്രേഡുകൾ കൃത്യമായി നൽകിയതിന് ശേഷമാണ് നമ്മൾ സ്കൂൾ സെലക്ഷനും കോഴ്സ് സെലക്ഷനും ചെയ്യുന്നത്. സോ കോഴ്സുകൾ ഇതിനോടകം നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. അതായത് സയൻസ് വേണോ, കമ്പ്യൂട്ടർ സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്ന് ഇതിനോടകം നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും. പക്ഷെ സ്കൂൾ സെലക്ഷന്റെ കാര്യം അങ്ങനെയല്ല അല്ലേ? അപ്പൊ പല വിദ്യാർത്ഥികളും എന്താ ചെയ്യുക, അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അവരുടെ സ്കൂളുകൾ സെലക്ട് ചെയ്യുക. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളുകളും നിങ്ങൾ എഴുതി വെക്കുക. കാരണം നമുക്കറിയാം 50ഓളം സ്കൂളുകൾ നമുക്ക് ഓപ്ഷനായി കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ? സോ പല വിദ്യാർത്ഥികളും 50 സ്കൂളുകൾ കൊടുത്തിട്ടില്ലെങ്കിലും 30 സ്കൂളുകളെങ്കിലും അപേക്ഷിക്കുന്നതായിരിക്കും. ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടടാ. അതായത് ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ ഒരു വിചാരം അവർക്ക് നല്ല മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ ലഭിക്കും എന്നുള്ളതാണ്. അതെ, നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ വിചാരിച്ച ഒരു ഓപ്ഷൻ ലഭിക്കുമായിരിക്കും. പക്ഷേ അതിന് വേണ്ടിയിട്ട് 5ഓ 6ഓ 7ഓ സ്കൂളുകൾ നിങ്ങൾ ഒരിക്കലും നൽകരുത്. അതായത് മിനിമം ഒരു 20 അല്ലെങ്കിൽ 30 സ്കൂളുകളെങ്കിലും നിങ്ങൾ ഓപ്ഷനായി കൊടുക്കണം. കാരണം WGPA അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഈ സ്കൂളുകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലിസ്റ്റിൽ ആദ്യം വരേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സ്കൂളും കോഴ്സുമാണ്. കാരണം ചിലപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യുന്നത് മിക്സ് ചെയ്ത് അവർ സ്കൂളുകൾ കൊടുക്കും. അതായത് താല്പര്യമുള്ളതും താല്പര്യമില്ലാത്തതും ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ അലോട്ട്മെന്റിൽ 5ാമത്തെ സ്കൂളാണ് ലഭിച്ചതെങ്കിൽ അതിന്റെ താഴേക്കുള്ള എല്ലാ സ്കൂളുകളും കട്ടായി പോകും. അതായത് ഈ 5ന് കീഴ്പോട്ട് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളുകളാണെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് ഇനി ലഭിക്കില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ സ്കൂളുകൾ കട്ടായി പോകും. സോ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ള സ്കൂളുകൾ ആദ്യം ലിസ്റ്റിൽ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ താല്പര്യമില്ലാത്ത സ്കൂളുകൾ കൊടുക്കുക. പിന്നെ പല വിദ്യാർത്ഥികൾക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഒരേ സ്കൂളിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. അതായത് സയൻസ് ഉണ്ടെങ്കിൽ സയൻസും ഓപ്റ്റ് ചെയ്യാം, കൊമേഴ്സ് ഉണ്ടെങ്കിൽ കൊമേഴ്സും ഓപ്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം സയൻസ് ആണ്,
അപ്പൊ നിങ്ങൾ വിചാരിക്കും സ്കൂള് സെയിം അല്ലേ, അപ്പൊ ഈ സ്കൂള് അടുത്തടുത്താണ് കൊടുക്കേണ്ടത്. അതായത് 1ഉം 2ഉം ഓപ്ഷൻ ഇതേ സ്കൂള് കൊടുക്കും. 1ൽ നിങ്ങൾ സയൻസ് കൊടുക്കും, 2ൽ നിങ്ങൾ കൊമേഴ്സ് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ താല്പര്യം സയൻസ് ആണെങ്കിൽ ആ സയൻസ് വരുന്ന എല്ലാ സ്കൂളുകളും നിങ്ങൾ ആദ്യം തന്നെ ഒരുമിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെയിം സ്കൂൾ ആണെങ്കിൽ പോലും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ നിങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് WGPA അനുസരിച്ച് മാത്രമായിരിക്കും. സോ നിങ്ങളെക്കാൾ കൂടുതൽ WGPA ഉള്ള വിദ്യാർത്ഥിക്കായിരിക്കും ആ ഒരു സ്കൂള് ലഭിക്കുന്നത്, ആ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. സോ ഇത് വരാതിരിക്കാനാണ് എന്തായാലും നിങ്ങളോട് ഈ തരത്തിൽ മാത്രം സ്കൂളുകൾ നൽകുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ഫുൾ A+ ഉള്ള വിദ്യാർത്ഥികൾക്കോ 9A+, 8A+ ഉള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എന്തായാലും ലഭിക്കും. പക്ഷേ 5, 6, 7 സ്കൂളുകൾ മാത്രം ഓപ്ഷനായിട്ട് കൊടുക്കുന്ന കുട്ടികൾക്ക് അവിടെ തന്നെ അഡ്മിഷൻ ലഭിക്കണം എന്ന് നിർബന്ധമില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ WGPA വരുന്ന കുട്ടിക്കായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം അലോട്ട്മെന്റ് വന്നില്ല എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പം ചില വിദ്യാർത്ഥികൾ വിചാരിക്കും, എനിക്ക് ഫുൾ A+ ഉണ്ടല്ലോ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു അഡ്മിഷൻ ലഭിക്കാത്തത്? അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ 5, 6 ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന കുട്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്മിഷൻ എടുത്ത് പോകുന്നത്. സോ ഈ ഒരു തെറ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ 20, 30 ഓപ്ഷൻസ് നിർബന്ധമായും ഓരോ വിദ്യാർത്ഥികളും നൽകണം. ഇനി ഏതെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് ആവശ്യം? അപ്പൊ കുട്ടികൾക്ക് പലപ്പോഴും ഉള്ള സംശയമാണ്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യണോ എന്നുള്ളത്. ശരിക്കും നമ്മൾ ഓൺലൈനായിട്ട് സർട്ടിഫിക്കറ്റുകൾ ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പം നിങ്ങൾ കരിക്കുലർ കോകരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും അല്ലെ, അതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഏതൊക്കെ ആക്ടിവിറ്റീസിന്റെ സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത്, ആ ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഫില്ല് ചെയ്യുക. കാരണം അതിന്റെ സർട്ടിഫിക്കറ്റുകൾ സ്കൂളിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ NMMS, USS പോലെയുള്ള സ്കോളർഷിപ്പ് എക്സാമുകളുടെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ബോണസ് പോയിന്റ് തരും. അതേപോലെ തന്നെ NCC അല്ലെങ്കിൽ നമ്മുടെ JRC, സ്കൗട്ട്, ഇതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. ഇനി അതുമല്ല, നിങ്ങൾ സ്പോർട്സിലോ ആർട്സിലോ ജില്ലാ തലത്തിൽ ഫസ്റ്റ് വന്നു, ഇനി അതല്ല നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ്. ഇനി ഈ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് പകരം എന്താണ് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ആ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റ്, അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ നമ്പർ, ഇനി ഇഷ്യൂയിങ് അതോറിറ്റി, ഈ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടത്. ഇനി അപേക്ഷ സമയത്ത് നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ടോ? അതായത് മക്കളെ, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സിലോ കാസ്റ്റിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതായിട്ടുണ്ടാകും. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലൂടെ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് നിർബന്ധമായും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ടാകും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. നിങ്ങളെ അപേക്ഷ അവിടെ എത്തിയിട്ടുണ്ടാകും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ അപേക്ഷിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഒരു പ്രിന്റ് ഔട്ട് അല്ലേ. അത് കൃത്യമായി പ്രിന്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിലെടുത്ത് വെക്കുക. അഡ്മിഷൻ സമയത്ത് നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് +1 അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റ, ഓൾ ദ ബെസ്റ്റ്.